ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ വെച്ചിട്ടൊരു കറിയാണ്. ഒരു തമിഴ്നാട് സ്റ്റൈൽ ചോറിന് കൂടെ കഴിക്കാൻ പറ്റിയത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി വേഗം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാട്ടോ, ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, ചെറിയുള്ളി ഒരു 10-20 ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലി, തുവരപ്പരിപ്പ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊന്നിട്ട് കൊടുക്കാം. കുറച്ച് കപ്പൽമുളക്, കുറച്ച് തേങ്ങ, ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം നന്നായി ആയിട്ടുണ്ട്, മതിയാവും. നമുക്കിത് എടുക്കാം. വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്താൽ മതിയാവും. ഈ വറുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു ജാറെടുത്തു. ഇത് ലേശം ഒരു നെല്ലിക്ക, അത്രയും വേണ്ട, കുറച്ച് ഇത് വേണം. വാളൻപുളി ഇടണം. പിന്നെ ചെറിയ ജീരകം ലേശം ഇടണം. അതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഇട്ടാലും മതിയാവും. അതേ ചീനച്ചട്ടി തന്നെ വെച്ചു. 2 ടേബിൾ സ്പൂൺ ഓയിൽ, അതിലോട്ട് ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഈ വഴുതനങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഈ ജാറൊന്ന് കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ജാറൊന്ന് കഴുകി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ കറി ഉണ്ടാക്കുവാണെങ്കിൽ. വഴുതനങ്ങയാണെന്ന് പറയേയില്ല. നിസ്സാര വഴുതനങ്ങ കൊണ്ട് ഇത്രയും ടേസ്റ്റായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകും കേട്ടോ. ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ വഴുതനങ്ങ കറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ആ എണ്ണയൊക്കെ അങ്ങനെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ചുടുചോറിനും കഞ്ഞിക്കും അങ്ങനെയുള്ള സംഭവത്തിനെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അടിപൊളി ടേസ്റ്റിയാണ്. അടുത്തത് താറാവും മുട്ടയും പടവലങ്ങയും കൂടിയിട്ടൊരു ഫ്രൈ ചെയ്യലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെജിറ്റബിൾ ചേർത്തിട്ടുള്ള വറവൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചോറിന് കൂടെ കഴിക്കാനായിട്ട്. ഇനി അതെങ്ങനെയാണ് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 സവാള, ലേശം കറിവേപ്പില, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ലേശം വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, പെരുംജീരകം. തീ ഇത്തിരി കൂടി പോകുന്നുണ്ടോന്ന്. നമുക്ക് പടവലങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കാം.
ലേശം ഇത് വേവാനുള്ള വെള്ളം ലേശം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പടാലിങ്ങ അതിലോട്ട് ലേശം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. താറാവ് മുട്ട പൊതുവേ ഒരു സ്മെല്ലുണ്ടാവും, അതൊന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം വെജിറ്റബിളും കൂടി അകത്ത് പോകുമല്ലോ, നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ഇടുന്നത്. നല്ല ടേസ്റ്റും ആയിരിക്കും. മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിച്ച് പിടിക്കുക. നെടുന്നേറെ കുരങ്ങന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ 3 താറാവ് മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. വളരെ ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ താറാവ് മുട്ട. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും കേട്ടോ. ഒഴിച്ചെടുക്കാം. എല്ലാവടേക്കും ഒന്ന് മിക്സ് ഇതാക്കിയിട്ടുണ്ട്. ഇതിന് പൊതുവെ നല്ല സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഇതങ്ങനെ ആരും ഇങ്ങനെ കൂടുതലായി കഴിക്കാറില്ല. മറ്റേ കോഴിമുട്ട പോലെ അത്ര ഇഷ്ടപ്പെടാറില്ല കേട്ടോ. പക്ഷെ ഇതിന് ഒരുപാട് ഗുണമുണ്ട് കേട്ടോ താറാവ് മുട്ട കഴിക്കുന്നതിന്. താറാവ് മുട്ട ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വറവൽ റെഡി ആയിട്ടുണ്ട്. രാവിലെ ടിഫിൻ ബോക്സിലേക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. കേട്ടോ കുരങ്ങന്മാർ വല്ലതും കഴിക്കാൻ തരുമോ എന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ചോറൊക്കെ കൊടുക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ വേഗം കഴിക്കാനുള്ള എടുക്കുക പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ ഒന്നും കൊടുത്തില്ല എന്ന് വെച്ചാൽ പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ശല്യമൊക്കെ ചെയ്യാറുണ്ട്. വിഷമട്ടാവും കേട്ടോ, ചിലപ്പോൾ ഒന്നും കിട്ടാഞ്ഞിട്ടാവും. ഇവർക്ക് ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്ന് വെച്ചാൽ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. വേറെ ഹനുമാൻ കുരങ്ങുണ്ട്, അവരൊന്നും വാങ്ങിക്കാനോ കഴിക്കാനൊന്നും വരില്ല കേട്ടോ. അവർക്ക് ആൾക്കാരെ കാണുന്നത് തന്നെ ഇഷ്ടമില്ല. ഇതായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറവൽ മുട്ട പടവലങ്ങ വറവൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള 2 റെസിപ്പി റെഡിയാണ്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.